വാർത്താപത്രത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ സായം സന്ധ്യയിൽ ഞങ്ങളുടെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഈ സ്മരണീയരായ അനുഗ്രഹീതർ എന്ന പങ്ക്തിയിൽ പങ്കെടുക്കുന്നത് അനുഗ്രഹീതനായിട്ടുള്ള കർത്തദാസൻ ക്രൈസ്തവ കൈരളിക്ക് സുപരിചിതനായ ഐസക് മണ്ണൂർ സഹോദരനാണ്. താൻ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ആണ് താമസിക്കുന്നത്. ഫീബ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് താൻ ഹ്യൂസ്റ്റണിൽ എത്തിയപ്പോൾ ഫീബ കോൺഫറൻസിൻ്റെ വേദിയിൽ നിന്നാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടയാകുന്നത്. നിങ്ങളെല്ലാവരുടെയും പേരിൽ ബഹുമാന്യ കർത്തദാസിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഐസക് മണ്ണൂർ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ബ്രദറൻ ക്രൈസ്തവ മേഖലയിലെ സുപരിചിതമായ ഒരു നാമമായിരുന്നു. ബഹുമാന്യ കർത്തദാസിനെ ഞങ്ങളുടെ അതിഥിയായി കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. താങ്കളുടെ ജനനം, ബാല്യം, വിദ്യാഭ്യാസം, അതിനുശേഷം അമേരിക്കയിലേക്ക് എത്തിയ ആ കാലഘട്ടത്തെക്കുറിച്ച് ചുരുക്കി എന്ന് പറയാം. വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിലെ മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കേരളത്തിൻ്റെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളായ മണ്ണൂരിലാണ് ജനിച്ചത്. ജനനം തിരുവനന്തപുരം ഹോസ്പിറ്റലായിരുന്നെങ്കിൽ തന്നെ മണ്ണൂർക്കാരനായിട്ടാണ് ജനിച്ചത്. 1956 ഫെബ്രുവരി 29 ജനനം. അതിവർഷത്തിലുള്ള ജനനമാണ്. ഞാൻ പഠിച്ചത്, വളർന്നത് മണ്ണൂർ എന്ന ഗ്രാമത്തിലാണ്. അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിൽ നിന്ന് BA എടുത്തു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എടുത്തു. പൊളിറ്റിക്കൽ സയൻസിൽ MA എടുത്തു. അതിനുശേഷം ഒരു അധ്യാപകനായിട്ട് ചില വർഷങ്ങളിൽ നാട്ടിൽ സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷമാണ് വിവാഹത്തോടുള്ള ബന്ധത്തിൽ അമേരിക്കയ്ക്ക് വരുവാൻ ഇടയായി തീർന്ന് 1986 ഏപ്രിൽ മാസത്തിൽ അമേരിക്കയിൽ എത്തി. ചെറുപ്പകാലങ്ങളിൽ തന്നെ ആധ്യാത്മിക ജീവിതവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഓർമ്മകൾ ഒന്ന് പങ്കുവച്ചാൽ നല്ലതാണ്. പ്രത്യേകിച്ച് MV ചെറിയ സാറിനെ പോലുള്ള ആളുകളോടൊക്കെ ചേർന്ന് ബാലസംഘത്തിൻ്റെ പ്രാരംഭകാല പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ കേരളം ഒട്ടാകെ ഓടി നടന്ന ചരിത്രമുണ്ട്. അതെല്ലാം ഒന്ന് ചുരുക്കി പ്രേക്ഷകർക്ക് പറയുക. ഞാൻ കുട്ടികളോടുള്ള പ്രവർത്തനത്തിൽ വളരെ താല്പര്യം പ്രകടമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ മലയാള മനോരമ ബാലജന സഖ്യത്തിലൂടെ പൊതുരംഗത്ത് വന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളിലും കലാലയ രംഗങ്ങളിലും യൂണിയൻ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. ബാലജന സഖ്യത്തിലൂടെ വന്നതുകൊണ്ട് കുട്ടികളോടൊരു പ്രത്യേക മമതയും സ്നേഹവും എനിക്കുണ്ടായിരുന്നു. 1977 ബാലസംഘത്തിൻ്റെ പ്രവർത്തനമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ മണ്ണൂരിൽ വന്നപ്പോൾ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ജനനം കൊണ്ട് ഒരു സാധാ ഉപദേശിയുടെ മകനാണ് ഞാൻ, ഇളയപുത്രൻ. എന്നാൽ കർമ്മം കൊണ്ട് ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു ഒരു കാലങ്ങളിൽ. കോളേജിലെത്തുമ്പോൾ രാഷ്ട്രീയവും മറ്റ് സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു. ദൈവ വേലയോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തെയൊക്കെ സ്നേഹിക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ പ്രവർത്തനം മുഖാന്തരമാണ് മുൻപോട്ട് വരുവാൻ, ഒരു സമർപ്പണം ചെയ്യുവാൻ എനിക്കിടയായി തീർന്നു. അങ്ങനെ ബാലസംഘവുമായിട്ട് പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. പുനലൂർ സെൻറ്ററിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു ആദ്യമാറ്റം ഉണ്ടായിരുന്നത്. എന്നാൽ 1979 ഞാൻ ഇന്ന് ഓർക്കും, തിരുവല്ലയിൽ കൂടിയ ബാലസംഘ ജനറൽ കമ്മിറ്റിയിൽ വെച്ച് എന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ബാലസംഘത്തിൻ്റെ തിരഞ്ഞെടുത്തു. അതിനുശേഷം YMBF ബാലസംഘം പ്രവർത്തനങ്ങളുമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകുവാനും ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ഏകദിന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞത് അനേക കുഞ്ഞുങ്ങൾ കർത്താവിനിലേക്ക് വരുന്ന കണ്ട് സന്തോഷിക്കുവാൻ എനിക്ക് ദൈവം ഇടയാക്കി. അതൊരു വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കരുതുന്നു. അമേരിക്കയിൽ 1986 എത്തിയെന്നാണ് പറയുന്നത്. 86 അമേരിക്കയിൽ എത്തിയപ്പോൾ ഉള്ള പ്രാരംഭമായിട്ടുള്ള താങ്കളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? പ്രാരംഭ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥലം സഭകൾ ഉണ്ടായിരുന്നു. വളരെ ചുരുക്കത്തിലുള്ള അംഗസംഖ്യ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ വന്ന സഭ ന്യൂയോർക്കിലുള്ള ജെസ്സിയുടെ റിലേറ്റീവ്സിൻ്റെ, സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ കൂടി വരുന്ന സഭയിലാണ് ഞാൻ വന്നത്. അവിടെ തുടർന്നും ആത്മീയ ജീവിതത്തിലും ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനൊക്കെ ദൈവം അവസരങ്ങളെ തന്നു. സഭാജീവിതം അവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് പറയാം. ഇപ്പോൾ ആയിരിക്കുന്ന സഭ എബനേസർ ബ്രദർ മലയാളം, ന്യൂയോർക്ക് കുടിവരവാണ്. മലയാളം, ഇംഗ്ലീഷ് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള കുടിവരവ്.
നമ്മുടെ പ്രാരംഭകാല അമേരിക്കൻ സഭകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു അന്വേഷണ കുതുകി എന്നുള്ള നിലയിൽ അതൊക്കെ അന്വേഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. ആ പ്രാരംഭകാലത്തുണ്ടായിരുന്ന അമേരിക്കൻ സഭകളും ഇപ്പോഴത്തെ സഭകളും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്താൽ എന്തായിരിക്കും ഒരു ആദ്യകാല സഭകൾക്കൊക്കെ പരിചയസമ്പന്നരായ ആൾക്കാർ കുറവായിരുന്നു. സഭ പരിപാലനം, സുവിശേഷീകരണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് വേണ്ടത്ര പരിജ്ഞാനം അക്കാര്യത്തിൽ ഇല്ലായിരുന്നു. ഇവിടെ ജോലിക്ക് വേണ്ടി വന്നപ്പോൾ 10 പേര് കൂടിയപ്പോൾ ഒരു സഭയുണ്ടായി എന്നുള്ളതാണ് പ്രധാനമായിട്ടും. എന്നാൽ പിൽക്കാലങ്ങളിൽ സെക്കൻഡ് ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സഭയിൽ ബൈബിൾ ക്ലാസ്സുകളും സൺഡേ സ്കൂളുകളും യൂത്ത് മീറ്റിങ്ങുകളും ഒക്കെ ആരംഭിച്ച് മറ്റ് ഇതര പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കി, മുമ്പ് ഇല്ലാതിരുന്നല്ല ഞാൻ പറഞ്ഞത്, ഊർജ്ജസ്വലമാക്കുവാനും പ്രവർത്തനങ്ങൾ ഏകീകരിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമേരിക്കൻ സഭകളെ സംബന്ധിച്ചിടത്തോളം ഈ സഭാപരിപാലന രംഗത്തും അതുപോലെ തന്നെ മറ്റുള്ള ഈ എഡിഫിക്കേഷൻ, ബൈബിൾ പഠനമൊക്കെ ആയ രംഗത്തും സഫീഷ്യന്റ് ആണ് എല്ലാ സഭകൾ എന്ന് പറയാൻ കഴിയും? അതിപ്പോ നല്ല ചോദ്യം. അങ്ങനെ സഫീഷ്യന്റ് ഒരു സഭയും ആവത്തില്ലല്ലോ. നമ്മൾ പുതിയ നിയമ മാതൃകയിലുള്ള ഒരു സഭകളും സഫീഷ്യന്റ് എന്ന് പറയാനൊക്കത്തില്ല. എല്ലാവരും തികഞ്ഞവരും നമുക്ക് ചിന്തിക്കാനും പറ്റത്തില്ലല്ലോ. എന്നാൽ പ്രാർത്ഥിക്കുന്ന നിലയും പ്രാക്തികവിധയും ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സഹോദരന്മാർ പലയിടങ്ങളിലും ഉണ്ട്. വചനം പഠിക്കാനുള്ള താല്പര്യം ഇന്നത്തെ ജനത്തിന്, ഇന്നത്തെ സഭാ മൂപ്പന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ധാരാളം പേര് പല സ്ഥലത്തും സഭകളിലും ഉണ്ട്. ധ്യാന യോഗങ്ങളിലും മറ്റുമൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കൻ സഭകളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു ഒഹായോ കോൺഫറൻസ് എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യകാല ഒരു സമ്മേളനം എന്നുള്ള വലിയ ഒഹായോ കോൺഫറൻസിൽ താങ്കളും പങ്കെടുത്തിട്ടുണ്ടാവല്ലോ. ഉണ്ടല്ലോ. അതിനുശേഷം ഒഹായോ കോൺഫറൻസ് എന്തായിരുന്നു? അതിനുശേഷം ഉണ്ടായിട്ടുള്ള സൗത്ത് വെസ്റ്റ് കോൺഫറൻസ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് സമ്മേളനം നടക്കുന്നു, ഫീബ കോൺഫറൻസ്. അപ്പം ഈ കോൺഫറൻസുകളെ കുറിച്ച് എന്താണ് പറയാൻ? നോർത്ത് ഈസ്റ്റ് സഭകൾ ചേർന്ന് ഫിലദൽഫിയ മുതൽ ഈ ന്യൂജേഴ്സി, ന്യൂയോർക്കുള്ള സഭകൾ ചേർന്ന് ആ കാലങ്ങളിൽ തന്നെ ആരംഭിച്ച സഭ കൂടിയവരാണ് നോർത്ത് ഈസ്റ്റ് കോൺഫറൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് സൗത്ത് വെസ്റ്റ് കോൺഫറൻസും ആരംഭിച്ച കാലങ്ങൾ ആ നിലയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ IBF കോൺഫറൻസും തുടർന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഫീബ രൂപം കൊടുക്കുവാനിടയായി തീർന്നത്. അതും അപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ നീഡായിരുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രവർത്തനം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. പല സഹോദരന്മാർക്ക് ഒരുമിച്ച് തീർന്നു. അത് ഈ കോൺഫറൻസിൽ എല്ലാത്തിലും പങ്കെടുക്കാൻ ആൾക്കാരുണ്ട്. വിജയകരമായിരുന്നു. ദേവദാസന്മാരുടെ വചനം സമൃദ്ധിയായി കൊണ്ടുവരുവാനും അത് മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. ഫീബ കോൺഫറൻസ് എന്ന് പറയുന്നത് കേവലം ഒരു കോൺഫറൻസ് മാത്രമല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് മുഖാന്തരം പല ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും പിമ്പിൽ നിൽക്കുകയും മുമ്പിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഫീബ വളർന്നിട്ടുണ്ടാകും. തീർച്ചയായും. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ? പ്രധാനമായിട്ടും കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനങ്ങളിൽ നോക്കുമ്പോൾ ധാരാളം ആത്മീയ പ്രവർത്തനങ്ങൾ എത്തിക്കുവാനിടയായി തീർന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുക, അതുപോലെ തന്നെ ഈ പ്രളയ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അവരെ നേരിൽ കണ്ട് വേണ്ട സഹായ വ്യവസ്ഥകൾ നീട്ടാനിടയാകുക. പിന്നെ ഗോസ്പൽ ഔട്ട്റീച്ച് വർക്കുകൾ ഒത്തിരി നടത്തുവാനിടയായിട്ടുണ്ട്. സ്ഥലം സഭകളുടെ രൂപീകരണം എന്നുള്ള നിലയിൽ തന്നെ പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനിടയായി തീർന്നിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് അനേക ഭവനങ്ങളിൽ നോർത്ത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ അതിന്റെ പ്രവർത്തനങ്ങളും ഫണ്ട് മീൻസ് ഭക്ഷണ കിറ്റുകളൊക്കെ വിതരണം ചെയ്യാനൊക്കെ ഇടയായിട്ടുണ്ട്. ഈ കേരളത്തിലെ പ്രവർത്തനങ്ങളോട് ബന്ധത്തിൽ ഫീബ പ്രത്യേകമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രവർത്തന മേഖല അങ്ങനെ ഒരു പർട്ടിക്കുലർ മേഖല എന്ന് പറയാൻ നമുക്ക് ഇല്ല. ആരെങ്കിലും ആയിട്ടൊക്കെ ചേർന്ന് ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചെയ്യാനിടയായിട്ടുണ്ട്. വിവാഹം നടത്തി കൊടുക്കാനിടയായിട്ടുണ്ട് കുറെ കുടുംബങ്ങളുടെ. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള കാര്യങ്ങളും. ഈ ഫീബ കോൺഫറൻസിൽ ഇപ്പൊ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, 20ാമത്തെ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 20ാമത്തെ കോൺഫറൻസ് നടക്കുമ്പോൾ ഐസക് മണ്ണൂറിനെ പോലെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്താണ് ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു കാര്യം പറയാൻ കഴിയുന്നത്? എന്തൊക്കെയാണ്? എല്ലാം ദൈവകൃപയാലെന്ന് മാത്രം. പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ പ്രയോജനപ്രദമായ നിലയിൽ ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാകാനിടയും. ഇപ്പം 2 വർഷത്തിലൊരിക്കലാണ് വിവാഹ കോൺഫറൻസ് നടന്നു വരുന്നത്. ഒരു വർഷത്തിൽ എന്തെങ്കിലും ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുക, 2ാമത്തെ വർഷം കോൺഫറൻസ് നടത്തുക. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആദ്യത്തെ കോൺഫറൻസ് ആണ് യൂസിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഞങ്ങളുടെ സംഘാടകരായിരിക്കുന്ന സഹോദരന്മാർ പ്രതീക്ഷിച്ചാലും വളരെ
അസൂയാവഹമായ നിലയിൽ ഇവിടെയുള്ള ദൈവജനം സഹായിച്ചു. പ്രത്യേകിച്ച് ടെക്സസിലുള്ള ദൈവജനം അതിനുവേണ്ടി പിന്നിൽ നിന്ന് സഹകരിക്കുകയും അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോൺഫറൻസ് പിന്നെ കഴിഞ്ഞു പോയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ സഭകളുമായിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോളോ അപ്പ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഫോളോ അപ്പ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഒന്നും പോയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ഈ കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ സഭകളിലെ എൽഡേഴ്സിനെ എല്ലാം ഞങ്ങൾ വിളിച്ച് കൂട്ടി. ഈ ഇപ്പം നടക്കുന്ന ഹോട്ടലിൽ വെച്ച് തന്നെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. എല്ലാ സഭകളിലെയും പ്രതിനിധികൾ പങ്കെടുത്തു. അതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യനെയർ വിടുന്നുണ്ട് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും. അവർ വിടുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത പ്രാവശ്യത്തെ കോൺഫറൻസിന്റെ പ്രോഗ്രസ് നിർണ്ണയിക്കുന്നത് വിഷയങ്ങൾ. ഈ ക്യാമ്പിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈ കോൺഫറൻസിൽ പ്രധാനപ്പെട്ടമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് യുവജനങ്ങൾ നമ്മുടെ സഭ വിട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതൊരു ആഗോള പ്രശ്നമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും അമേരിക്കൻ സഭകൾ ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നത്? എല്ലായിടങ്ങളിലും നേരിടുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അമേരിക്കൻ അസംബ്ലികളിലെ പോകുന്ന യുവജനങ്ങളെ കുറിച്ച് സഭയ്ക്ക് നേരിടുന്ന വിഷയങ്ങൾ. അതിപ്പം എന്ത് കാരണം കൊണ്ട് പോകുന്നു നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. അത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതായിരിക്കാം. വിവിധ കാരണങ്ങൾ കണ്ടു എന്ന് വന്നേക്കാം. നമുക്കതിന് ശരിയായെന്നുള്ള ഒരു യാഡ് സ്റ്റിക്ക് വെച്ച് അടിസ്ഥാനപരമായ ഒരു കാരണം പറയാനൊക്കത്തില്ല. അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം പറയാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ അത്തരം ആളുകൾ പോകുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അവരെ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യണം. അവർക്കൂടെ ഫ്രീഡം, അവരെ കൂടെ ഇൻവോൾവ് ആകുന്ന രീതിയിലുള്ള സഭാ പ്രവർത്തനങ്ങളും ആത്മീയ ശുശ്രൂഷകളും നടത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ നിൽക്കുകയുള്ളൂ. നാളെ മലയാളി ഇന്ത്യൻ ബ്രദർ അസംബ്ലിയുടെ ഭാവി ആ നിലയിലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ലോകത്തുള്ള എല്ലാ മലയാളി അസംബ്ലികളുടെയും ഭാവി കേരളത്തിലും അത് തന്നെയാണ്. കേരളത്തിലും ഇപ്പം അസംബ്ലികളിലെല്ലാം ശുഷ്കമാണ്. കുറെ പ്രായമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് കേരളത്തിലേക്ക് മറുനാടൻ മലയാളികളായിട്ട് എല്ലാവരും മാതൃകയാണ്. മാത്രമല്ല ഒത്തിരി കുട്ടികൾ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനും അതിന്റെ അടുത്ത ജനറേഷനും അമേരിക്കയിൽ ഈ ആത്മീയ കാര്യങ്ങളോടുള്ള അവരുടെ താല്പര്യം എന്താണ്? ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ഏത് നിലയിലുള്ള താല്പര്യമുണ്ടോ അതിന്റെ കമ്മിറ്റ്മെന്റ് ഇറ്റ്സ് പേഴ്സണൽ, നോട്ട് ഇൻഡിവിജ്വലൈസ്ഡ്, നോട്ട് കമ്മ്യൂണിറ്റി വൈസ്. കമ്മ്യൂണിറ്റി വൈസിൽ നമ്മൾ അത് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും കാണും. ബട്ട് ഡെവലപ്മെന്റ്സ് ഓഫ് സ്പിരിച്വാലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ എവറി പേഴ്സൺ, എവറി ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വൽസിന്റെ പ്രോഗ്രസ് അനുസരിച്ച് മാത്രമേ അതിന്റെ നിലവാരം വർദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ മക്കളോട് ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്ന് പറയാൻ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ തന്നെ അത് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം അവൻ്റെതാണ്. റൈറ്റ്? അങ്ങനെയല്ലേ എൻ്റെ മതി. ഇപ്പൊ ഈ നമ്മളുടെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പൊ ആഭരണധാരണം അങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ ഇവിടുത്തെ കൾച്ചർ വൈസിൽ ചില മാറ്റങ്ങൾ അമേരിക്കയിൽ മാത്രമല്ല കേരളത്തിലും അതുണ്ട്. അതിപ്പോ ആഭരണത്തോടുള്ള കടമ്പെടുത്ത് അതൊരു ഉപദേശ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഉപദേശ വിഷയമല്ല. എന്നാലും നമ്മൾ പൊതുവായിട്ട് പിതാക്കന്മാരെ ആചാരക്രമം. പക്ഷെ അത് ഇവിടുത്തെ പിള്ളേരോട് പറഞ്ഞാൽ അവരുടെ സൊസൈറ്റിയിൽ അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ള വിധത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മുടെ പല പിള്ളേരെ ആഭരണം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കൂടെ കടന്നു വന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്കളുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, ഇപ്പോഴത്തെ താങ്കളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഒന്ന് ചുരുക്കി പറയുക. ഭാര്യ ജെസ്സി, കുഞ്ഞുങ്ങൾ 2 പേര്, ഒരു മോനും ഒരു മോളും. 2 പേരും ജോലി ചെയ്യുന്നു. ഒരാള് ഡെന്റിസ്റ്റ് ആയിട്ട് മോള് ജോലി ചെയ്യുന്നു. മോന് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. വിവാഹിതരായിട്ടില്ല. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ കേരളത്തിൽ നിരന്തരമായി വരികയും അവിടുത്തെ ആത്മീയ ശുശ്രൂഷകൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ദേവദാസനാണ്. അപ്പം കേരളത്തിൽ വരുമ്പോൾ ഈ ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ തനിക്ക് ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയെ സംബന്ധിച്ച് പറയാൻ ഉണ്ടാവുമല്ലോ. അതാണ് ആത്മസംതൃപ്തി. കാരണം ചിലപ്പോഴും നമ്മൾ പുറത്ത് പോയി കർത്താവിന്റെ നാമം വിളിച്ചറിയിക്കുക, സുവിശേഷം അറിയിക്കുക, ദൈവനാമത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സംതൃപ്തി മനസ്സിനുണ്ടല്ലോ. ആ സംതൃപ്തിയാണ് നമ്മുടെ മനസ്സിൽ അതിനെ പ്രചോദനം നൽകുന്നത്. ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പും പോയിട്ടുണ്ട്. റിട്ടയർ ആയിട്ട് അധിക കാലം ആയില്ല. ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു ജോലി ചെയ്തത്, ന്യൂയോർക്ക് സിറ്റി. ഈ പിന്നെ
കലാലയ ജീവിതത്തിലും അതിനുശേഷമൊക്കെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ലിറ്ററേച്ചർ മിനിസ്ട്രിയും ഒക്കെ ആയി ബന്ധപ്പെട്ട സജീവമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു താങ്കൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല, ലേഖനങ്ങളുണ്ട്, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ലിറ്ററേച്ചർ മിനിസ്ട്രിയോട് അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ലിറ്ററേച്ചർ ഈസ് വാൾ, ദാറ്റ് ഇസ് ദ സോഡ്. ദൈവവചനത്തിൽ ദേവനാകുന്ന വാള് പിന്നെ വായനക്കാരുടെ മുമ്പിലെത്താനുള്ള മറ്റൊരു ഉപാധിയാണ് ലിറ്ററേച്ചർ. സാഹിത്യ രചനയിലൂടെയും സാഹിത്യ സൃഷ്ടിയിലൂടെയും അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ അത് മുഖാന്തരമായി തോന്നുന്നു. പ്രചോദനം കൊടുക്കാനിടയാകുന്നുണ്ട്, വഴിമാറി ചിന്തിക്കാനിടയാകുന്നുണ്ട്. അങ്ങനെ ആ നിലയിൽ ഒരു പരിവർത്തനത്തിന്റെ പടവാളാണ് യഥാർത്ഥത്തിൽ ലിറ്ററേച്ചർ. പേന, തൂലിക, രാജാവിന്റെ കൃതി രാജാവിനുള്ളത് എന്നുള്ള നിലയിൽ അത് സന്തോഷകരമാണ്. ഫിബായെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിലെ ലിറ്ററേച്ചർ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെയുള്ള ആഗ്രഹം നിങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ടോ, കമ്മിറ്റിക്കുണ്ടോ? അങ്ങനൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതൊരു അവശ്യ ഘടകമായിട്ട് ഒരു തോന്നലുണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. കാരണം സുവിശേഷ വേലയാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ പലപ്പോഴും ഈ ലിറ്ററേച്ചർ മിനിസ്ട്രിക്ക് ലഭിക്കുന്നില്ല. അതിപ്പം ട്രാക്ട് എഴുതുന്നതും പ്രിന്റ് ചെയ്യുന്നതും സുവിശേഷ വേലയല്ല, ട്രാക്ട് കൊടുക്കുന്നത് മാത്രമാണ് സുവിശേഷ വേല. പിന്നിലുള്ള അധ്വാനം എല്ലാം സുവിശേഷ വേലയ്ക്ക് ഭാഗമാണ്. അപ്പം അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത നമ്മളുടെ മധ്യത്തിലുണ്ട്. അക്കാര്യം ഗൗരവമായി നിങ്ങളുടെ കോൺഫറൻസുകൾ ചിന്തിക്കണം എന്നുള്ള റിക്വസ്റ്റ് എനിക്കുണ്ട്. ഞാൻ ഒരു ചോദ്യം കൊണ്ട് ചോദ്യം അവസാനിപ്പിക്കുന്നു. ക്രിസ്ത്യ ദർശനം വാർത്താ പ്രേക്ഷകരോട് താങ്കൾക്ക് പറയാനായിട്ടുള്ള ഒരു സന്ദേശം എന്താണ്? ക്രിസ്ത്യ ദർശനം മാസിക പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയം മുതൽ അതിൻ്റെ ഒരു അഭ്യുദയകാംക്ഷിയും അതിൻ്റെ ഒരു വായനക്കാരനുമാണ് ഞാൻ. നമ്മുടെ മധ്യത്തിൽ ആവശ്യാനുസരണമായിട്ടുള്ള വാർത്താപത്രികകൾ കുറവാണെന്ന് അതിന് പ്രചോദനം നൽകുന്ന ഒരു മാസികയായിട്ട് എനിക്ക് തോന്നുന്നു. പൂർവാധികം പ്രയോജനമുള്ള ശുശ്രൂഷകൾ തുടർന്നും ചെയ്യുവാൻ സജി ജോൺ സാറിനെ കൂട്ടരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. ഇത്രയും നേരം വളരെ തിരക്ക് പിടിച്ച സന്ദർഭത്തിൽ ഫീബ കോൺഫറൻസിൻ്റെ ഇടയിൽ ക്രിസ്ത്യ ദർശനത്തിന് അനുവദിച്ച പ്രത്യേകമായിട്ടുള്ള അഭിമുഖത്തിന് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് പ്രിയ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കേരളത്തിലെയും ഇന്ത്യയിലെയും ഉള്ള സുവിശേഷീകരണത്തിൻ്റെ പിമ്പിൽ ഒരു പാറയായി ഉറച്ചു നിന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ദൈവം തന്നെ സഹായിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം.